ഫൈബറിൻ്റെ BLDC AC ഏറ്റവും ഒരു റെവല്യൂഷണറി AC ആയിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം എന്ത്? അതിനുള്ള പ്രൂഫായിട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത്. ഇതിന് ഏകദേശം 1.5 ടണ്ണിൻ്റെ AC ആണിത്. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ ഏകദേശം 500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു കാർപ്പറ്റ് ഏരിയ ഉള്ള ഷോപ്പിൽ ദാറ്റ് ടു വിത്ത് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ പുറത്തുനിന്ന് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കൺസപ്ഷൻ എത്ര കുറവാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരം ഒരു മീറ്റർ ഇതിന്മേൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമുക്കിതിൽ കാണാൻ സാധിക്കും AC ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 100 വാട്ട്സിൻ്റെ താഴെയാണ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, 70, 80, 90 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമലായിട്ട് വരുന്ന ഒരു ഇൻവെർട്ടർ ACയിൽ ഏകദേശം 2500 വാട്ട്സാണ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. AC ഇത്രയും ഇലക്ട്രിക്കൽ കൺസപ്ഷൻ കുറഞ്ഞ ഒരു AC എന്തുകൊണ്ടാണ് ഞങ്ങൾ വിത്ത് പ്രൂഫ് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി പേര് ഇതിൻ്റെ പ്രൂഫ് എന്താണ്, നിങ്ങൾ 70% കുറവ് ആണ് യൂസ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരുപാട് ചോദ്യം വന്നുകൊണ്ട് വിത്ത് പ്രൂഫ് കാണിച്ചു തരാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതും 1.5 ടണ്ണിൻ്റെ AC ആണ്. നമുക്ക് 2 ടണ്ണിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു BLDC ടെക്നോളജി ഇറങ്ങുന്ന വേറെ ഒരു ACയും ഇപ്പോൾ ഇന്ത്യയിലില്ല, നിലവിലില്ല. കാരണം ഈ ഒരു ടെക്നോളജി വൈബർ എന്ന് പറഞ്ഞൊരു കമ്പനി പാറ്റൻറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വേറെ കമ്പനിയിലേക്ക് അതിപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഈ വൈബർ എന്ന് പറഞ്ഞ കമ്പനി ഏകദേശം 45 വർഷമായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ബോക്സിൽ എഴുതിയായിട്ട് കാണാം. 45 ഇയേഴ്സായിട്ട് എയർ കണ്ടീഷണർ, അതുപോലെ TV, വാഷിംഗ് മെഷീൻ, എയർ കൂളർ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ദേ സെൽ ഇറ്റ് ആസ് എ പ്രോഡക്റ്റ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ടെക്നോളജി പ്രകാരം മുന്നേറി ഒരു AC ഇറക്കിയത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും കൂടുതൽ എന്ത് കാര്യത്തിനും യു ക്യാൻ കോൺടാക്ട് us. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന